ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ രാജകുമാരന്മാർ എന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ PSC പരീക്ഷകളിലും അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഈ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോഖലെ, യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവിക. ഇങ്ങനെ കുറേ രാജകുമാരന്മാർ വെച്ച് കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാം മാറിയും തിരിഞ്ഞും പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തുവാണ്. കവികളിലെ രാജകുമാരൻ കാളിദാസൻ. ആത്മകഥാകന്മാരുടെ രാജകുമാരൻ ബാബറാണ്. അപ്പം ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ ബാബറാണ്. അപ്പം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോഖലെയാണ്. യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തു. കവികളിലെ രാജകുമാരൻ കാളിദാസൻ. ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ചിത്രകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റാഫേലാണ്. നിഴലുകളുടെ രാജകുമാരൻ റംബ്രാനാണ്. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ കാൾ ഫെഡറിക് ഗോസ് ആണ്. അപ്പം ചിത്രകാരന്മാരുടെ രാജകുമാരൻ റാഫേൽ, നിഴലുകളുടെ രാജകുമാരൻ റംബ്രാനിലെ രാജകുമാരൻ കാൾ ഫെഡറിക് ഗോസ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസുകളുടെ ആണ്. അപ്പം ചിത്രകാരന്മാരുടെ രാജകുമാരൻ റാഫേൽ, നിഴലുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാൾ ഫെഡറിക് ഗോസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ശില്പികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ. നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ തുഗ്ലക്. പിന്നെ അടുത്തത് കഴിഞ്ഞ് വന്നാൽ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. സാഹസികന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ടെൻസിംഗ് നോർഗയാണ്. കൊള്ളക്കാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റോബിൻഹുഡ്. തത്വചിന്തകരുടെ രാജകുമാരൻ അരിസ്റ്റോട്ടിലാണ്. സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോയാണ്. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻസാങ് ആണ്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് ഇപ്പം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഈ രാജകുമാരന്മാരുടെയൊക്കെ വിശേഷങ്ങൾ വെച്ച് വരുന്നത്. അപ്പം തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻസാങ്, സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ, തത്വചിന്തകരുടെ രാജകുമാരൻ അരിസ്റ്റോട്ടിൽ, കൊള്ളക്കാരുടെ രാജകുമാരൻ റോബിൻഹുഡ്,